നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്കിൾ, സൂര്യ എന്നെ വിളിച്ചിരുന്നു. എന്തെങ്കിലും വിഷയമുണ്ടോ? ഉണ്ട് അങ്കിൾ. സുനിൽ ശർമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തു. അവരത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നല്ലോ. അതല്ല അങ്കിൾ വിഷയം. അവർക്ക് മാനസയാണ് സംശയം എന്ന് പറഞ്ഞ കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ മാനസയെ അവർ ചോദ്യം ചെയ്യും. മാനസയെ ചോദ്യം ചെയ്യുമ്പോ അത് മാനസയെ സംരക്ഷിക്കുന്നവരെയും ബാധിക്കും. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ നോക്കും മോളെ? മാനസക്ക് അറിയാവുന്ന കാര്യങ്ങൾ അവള് പോലീസിനോട് പറയട്ടെ. എന്നാലും ആന്റിയോട് അങ്കിൾ ഈ വിവരം ഒന്ന് പറഞ്ഞേക്കണം. ആന്റി തന്നെ മാനസയ്ക്കൊരു മുന്നറിയിപ്പ് കൊടുക്കട്ടെ. മാനസയുടെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ. അപ്പൊ പിന്നെ പോലീസ് വിളിപ്പിച്ച ആന്റി തന്നെ കൂടെ പോയേണ്ടി വരും. അവളാണല്ലോ ഇതിപ്പം എല്ലാം ഇവിടെ കൊണ്ട് എത്തിച്ചേ. അപ്പൊ പിന്നെ വരുന്ന അവളെന്നെ നേരിടട്ടെ. അങ്ങനെ പറഞ്ഞ് നമുക്ക് കൈയൊഴിയാൻ പറ്റില്ല അങ്കിൾ. ഒന്നാമതേ ഇതൊരു മാൻ മിസ്സിംഗ് കേസാ. സുനിൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കും അറിയില്ല. അപ്പൊ പിന്നെ മാനസയെ അത് കാര്യമായിട്ട് ബാധിക്കും. അങ്കിൾ, ഞാൻ എന്തായാലും സ്റ്റേഷൻ വരെ ഒന്ന് പോവാ, പിന്നെ വിളിക്കാം. ഓക്കെ, ശരി മോളെ. ഓക്കെ അങ്കിൾ. എന്താ ദേവേട്ടാ? ഭാവനെ വിളിച്ചേ. സുനിൽ ശർമ്മയെ കാണാനില്ലെന്ന് പറഞ്ഞ് മഹേന്ദ്ര ശർമ്മ കേസ് കൊടുത്തിരിക്കുന്നു. മാനസ ഇതിൽ സംശയമുണ്ടെന്ന് പറഞ്ഞിട്ടാ കേസ് കൊടുത്തിരിക്കുന്നത്. ഈശ്വര, അതിന് മാനസ എന്ത് ചെയ്തു? അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോലും പോവാറില്ലല്ലോ ദേവേട്ടാ. അത് നമ്മുടെ ന്യായം. പക്ഷെ അവർക്കത് ബോധ്യമാവണമെങ്കിൽ വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. പല നേതാക്കന്മാരും ഇടപെടാൻ സാധ്യതയുള്ള കേസായത്. മാനസ മോളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കോ ദേവേട്ടാ? അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. സുനിൽ ആരൊക്കെയായിട്ട് ബന്ധമുണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യും. ഇവിടെ വന്നാൽ ചിലപ്പോ നിന്നെ എന്നെ വരെ ചോദ്യം ചെയ്തിരിക്കും. ഇനിയിപ്പോ സുനിലിന് പിന്നാലെ ആവില്ല പോലീസ്, മാനസയുടെ പിന്നാലെ ആയിരിക്കും. നീ ഇപ്പൊ തന്നെ നമ്മളോട് ഈ കാര്യം പറഞ്ഞേക്ക്. ഇപ്പോഴേ അറിഞ്ഞിരുന്നാലേ പിന്നെ ടെൻഷൻ അടിക്കണല്ലോ. എന്നിട്ട് സുനിലിനെ ജീവനോട് കിട്ടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം.